ഇംഗ്ലീഷ് ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്ന നമ്മളെല്ലാവരും പൊതുവെ ചെയ്യാൻ നമ്മൾ യൂട്യൂബ് ഓപ്പൺ ആക്കുന്നു, നമ്മൾ ചെന്നിട്ട് സെർച്ച് ചെയ്യുന്നു ഹൗ ടു സ്പീക്ക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹൗ ടു ലേൺ ഇംഗ്ലീഷ് എന്നാണ് അടിച്ചു നോക്കുന്നു. അപ്പോൾ നമ്മളെപ്പോലുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് ചെയ്തിട്ടുള്ള കിടലിനായിട്ടുള്ള കുറേ വീഡിയോകൾ വരുന്നു. പലരും ഗ്രാമർ ചെയ്തിട്ടുണ്ടാവും, വൊക്കാബുലറി ചെയ്തിട്ടുണ്ടാവും, സെൻറ്റൻസ് സ്ട്രക്ചർ ചെയ്തിട്ടുണ്ടാവും, ആ മെത്തേഡ്, ഈ ട്രിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോകൾ കാണുന്നു. പക്ഷേ നമ്മളിൽ ഭൂരിഭാഗം ആളുകൾക്കും നിങ്ങളൊരു തുടക്കക്കാരായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഇത് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങും എന്നുള്ളൊരു മെത്തേഡ് ആലോചിച്ചിട്ട് നിങ്ങൾ ഭൂരിഭാഗം ആളുകൾക്കും ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം ഇത് എവിടെ നിന്ന് കറക്റ്റായിട്ട് തുടങ്ങണം എന്നറിയണ്ടേ. എന്നാൽ സത്യത്തിൽ ഒരു ഭാഷ പഠിച്ച് തുടങ്ങണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വ്യക്തമായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും വേണ്ട കാര്യമാണ് ലിസണിങ് എന്ന് പറയുന്നത്. ലിസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെവി കേൾക്കുമെന്നുണ്ടെങ്കിൽ നടക്കുന്ന ഒരു പ്രോസസ്സ് ഹിയറിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സാണ്. നമ്മൾ കേൾക്കുക എന്ന് പറഞ്ഞ പ്രോസസ്സാണ് അല്ലേ. നമ്മൾ എല്ലാ ആളുകൾക്കും ചെവി കേൾക്കുന്നതുകൊണ്ട് തന്നെ ആ പ്രോസസ്സ് നടക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ കുറച്ച് പുസ്തകങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ, ഞാനിപ്പോൾ താഴ്ത്തിടാൻ പോകണേ, കേട്ടില്ലേ. അപ്പോൾ ഈ പുസ്തകങ്ങൾ താഴെ വേണം. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് സൗണ്ടാണ് കേട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സെറ്റ് ഓഫ് ആളുകൾ പറയുന്നുണ്ടാവുക, ചേട്ടാ എന്തോ താഴ്ത്ത് വീണ സൗണ്ട് കേട്ടു എന്ന് പറയുന്ന ആളുകളുണ്ടാവും. രണ്ടാമത്തെ സെറ്റ് ഓഫ് ആളുകൾ പറയുന്നുണ്ടാവും, ചേട്ടാ കുറേ പുസ്തകങ്ങൾ താഴ്ത്ത് വീണ പോലത്തെ ഒരു സൗണ്ടാണ് കേട്ടത്. മനസ്സിലായില്ലേ. അപ്പോൾ ആദ്യത്തെ സെറ്റിൽ പറഞ്ഞ ആളുകൾക്ക് അവരുടെ ഹിയറിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്, കാരണം അവർക്ക് കേൾക്കുന്നുണ്ട്. രണ്ടാമത് പറഞ്ഞ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് ലിസണിങ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സാണ് നടക്കുന്നത്. അതായത് നമ്മൾ കേട്ട എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിലോട്ട് കറക്റ്റായിട്ട് ചെന്നാൽ മാത്രമാണ് നമുക്ക് മറ്റുള്ള ആളുകൾ പറയുന്നത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 90% നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ള ആളുകൾ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയും അത് മനസ്സിലാക്കിയതിന് ശേഷം അവരോട് അതിന് പ്രോപ്പറായിട്ടുള്ളൊരു മറുപടി വളരെ മിനിമം വേർഡ്സിൽ പറഞ്ഞു കൊടുത്താൽ പോലും അതൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷനാണ്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ട് അവർക്കൊന്നും മനസ്സിലായില്ലെങ്കിൽ അതിൽ വലിയ അർത്ഥമൊന്നുമില്ല അല്ലേ. കറക്റ്റ് അല്ലേ. അപ്പോൾ ലിസണിങ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇംഗ്ലീഷ് എന്നല്ല ഏതൊരു ഭാഷ പഠിക്കാനായാലും അല്ലെങ്കിൽ ഏതൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലായാലും എന്ത് കാര്യത്തിലായാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. എങ്ങനെ നമുക്ക് ലിസണിങ് സ്കിൽ ഇമ്പ്രൂവ് ആക്കുക എന്നുള്ളത് 2 മെത്തേഡിലൂടെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇതിനെ പറ്റിയുള്ള ചില വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, ചില ആളുകൾ കണ്ടിട്ടുണ്ടാവും. കാണാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. നിങ്ങൾ ഏത് റൂമിലാണോ ഇരിക്കുന്നത്, വീട്ടിലാണോ ഇരിക്കുന്നത്, നിങ്ങൾ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ പോവുകയോ അല്ലെങ്കിൽ വീടിൻ്റെ പുറത്തിറങ്ങി നിൽക്കുകയോ അല്ലെങ്കിൽ റൂമിൽ തന്നെ ഇരിക്കുകയോ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഒരു 1 മിനിറ്റ് കണ്ണടച്ചിരുന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. ചിലപ്പോൾ നിങ്ങൾ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി അടിച്ചു വരുന്ന സൗണ്ട് കേൾക്കാം, മീൻകാരൻ സൈക്കിളിൽ പോകുന്ന സൗണ്ട് കേൾക്കാം, പൂച്ച കറഞ്ഞുകൊണ്ട് പോകുന്ന സൗണ്ട് കേൾക്കാം, അമ്മ അടുക്കളയിൽ കൂട്ടാൻ വയ്ക്കുമ്പോൾ കുക്കറിൻ്റെ വിസിലടിക്കുന്ന സൗണ്ട് കേൾക്കാം, സൈക്കിളും ഒരു ചേട്ടൻ മണിയടിച്ച് പോകുന്ന സൗണ്ട് കേൾക്കാം. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സൗണ്ടുകൾ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും. നമ്മൾ നോർമലി ഇങ്ങനെ റൂമിൽ ഇരിക്കുകയാണ് അല്ലെങ്കിൽ വീട്ടിൻ്റെ ടെറസിൻ്റെ മുകളിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും ഇതേ സൗണ്ടുകളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഈ സൗണ്ടുകളൊന്നും തരംതിരിച്ച് വേർതിരിച്ച് നമ്മൾ അറിയുന്നില്ല. പക്ഷെ നമ്മൾ കണ്ണടച്ച് ലിസൺ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, എടാ എനിക്ക് ചുറ്റും ഇത്രയും അധികം സൗണ്ടുകൾ നടക്കുന്നുണ്ട് എന്നുള്ളൊരു പ്രോസസ്സ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലിസണിങ് സ്കില്ല് കൂടി വരും. ഇതും ഇംഗ്ലീഷും തമ്മിൽ എന്താ ബന്ധമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലിസണിങ് സ്കില്ല് കൂടുന്തോറും നിങ്ങൾക്ക് മറ്റുള്ള ആളുകൾ പറയുന്നത് കേട്ടാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഇത് ഒന്നാമത്തെ മെത്തേഡ്. ഈ മെത്തേഡ് പ്രാക്ടീസ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ മെത്തേഡിലേക്ക് നമുക്ക് പോകാം. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിലും ഈ ഗെയിം കളിക്കാം, അല്ല നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് 2 പേരുണ്ടെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ കളിക്കാൻ പറ്റാവുന്ന ഒരു ഗെയിമാണ്. ഇനി ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ടെങ്കിലും കിടലിനായിട്ട് ഈ ഗെയിം കളിക്കാം കേട്ടോ. ഇതിലെന്താ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റോറി ബുക്ക് എടുക്കുന്നു. നമ്മുടെ അടുത്തല്ലേ ഒരു ചെറിയ സ്റ്റോറി ബുക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ദ ഫ്രോഗ് പ്രിൻസ് എന്നാണ് ഈ സ്റ്റോറി ബുക്കിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇത്രമാത്രമേ ഉള്ളൂ. ഞാൻ ഈ ഒരു സ്റ്റോറി ഇവിടെ വായിക്കുന്ന സമയത്ത് നിങ്ങൾ ഇതിനകത്തുള്ള 2 വാക്കുകൾ മാത്രം ശ്രദ്ധിക്കണം. ഈ സ്റ്റോറി ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, ഞാൻ എങ്ങനെ വായിക്കുന്നു ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, ഇതിൻ്റെ കഥ എന്താണെന്നോ മറ്റു കാര്യങ്ങളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ സ്റ്റോറിയിൽ 2 വാക്കുകൾ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഗെയിം നടത്തുന്നത് നിങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പുസ്തകം എടുക്കുന്നു, സ്റ്റോറി ബുക്ക് തന്നെ വേണമെന്നൊന്നുമില്ല, ഏതെങ്കിലും ഒരു പുസ്തകം എടുക്കുന്നു, നിങ്ങളുടെ ഓഡിയൻസ് ആയിട്ടിരിക്കുന്ന നിങ്ങളുടെ കൂട്ടത്തിലുള്ള മറ്റാളുകളോട് നിങ്ങൾ പറയുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 വാക്കുകൾ പറഞ്ഞിട്ട് പറയുന്നു, ഈ വാക്കുകൾ എത്ര തവണ ഈ ഒരു സ്റ്റോറിയിൽ അല്ലെങ്കിൽ ഈ ഒരു പാരഗ്രാഫിൽ എത്ര തവണ അത് റിപ്പീറ്റ് ചെയ്ത് വന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയണം. എത്ര തവണ പ്രിൻസസ് എന്ന് പറഞ്ഞ വാക്കും ഫ്രോഗ് എന്ന് പറഞ്ഞ വാക്കും റിപ്പീറ്റ് ചെയ്ത് വന്നു എന്നുള്ളതാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ഇനി നമ്മുടെ ലിസണിങ് സ്കില്ലും കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ നമ്മളെ ഇമ്പ്രൂവ് ആക്കുന്നതിന് സഹായിക്കുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷൻ ഞാൻ ഇതിനിടയിൽ ഒന്ന് പരിചയപ്പെടുത്തി കേട്ടോ. ആപ്ലിക്കേഷൻ്റെ പേരാണ് സ്പാർക്കി എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങളൊരു സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ, കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യണം, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, നിങ്ങളുടെ സ്പീക്കിംഗ് സ്കിൽ ഇമ്പ്രൂവ് ആക്കണം, അങ്ങനെ അത്തരത്തിൽ നിങ്ങളെ ട്രെയിൻ ചെയ്യുന്ന ഒരു AI ട്യൂട്ടർ അല്ലെങ്കിൽ ഒരു AI മെൻറ്ററാണ് സ്പാർക്കി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ കേട്ടോ. നിങ്ങൾക്ക് ഓഡിയോൻ്റെ രൂപത്തിലായാലും വീഡിയോൻ്റെ രൂപത്തിലായാലും ടെക്സ്റ്റിൻ്റെ രൂപത്തിലായാലും എല്ലാ രൂപത്തിലായാലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോപ്പർ ട്രെയിനറാണ് സ്പാർക്കി എന്ന് പറയുന്നത്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവാണ്,
നിങ്ങൾ സ്പാർക്കിൻ്റെ അടുത്ത് പറഞ്ഞു, സ്പാർക്കി ഞാൻ ഇന്നൊരു ജോലിക്കുള്ള ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവാണ്, അതിനുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ എന്നോട് ചോദിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു അപ്ലിക്കേഷൻ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയും നിങ്ങൾക്ക് അതിന് ഇംഗ്ലീഷിൽ മറുപടി പറയുകയും ചെയ്യാം. നിങ്ങൾ പറയുന്ന മറുപടി അത് അനലൈസ് ചെയ്തിട്ട് അത് നിങ്ങളോട് പറയും, ഈ ഒരു ഉത്തരം ഇങ്ങനെ പറയുന്നതിനേക്കാളും നല്ലത് ഇന്ന രീതിയിൽ പറയുന്നതല്ലേ. അപ്പോൾ നമുക്ക് അവിടെ ഒരു സജഷൻ തരാണ്, നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ആൻസർ തരാണ്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇമ്പ്രൂവ് ആക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് അതിന് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ നമുക്ക് പറ്റും. നമ്മൾ പറഞ്ഞ ഉത്തരം കറക്റ്റ് ആണോ എന്നും ചെക്ക് ചെയ്യാം. നമ്മുടെ കോൺഫിഡൻസ് ലെവലും കമ്മ്യൂണിക്കേഷനും സ്പീക്കിംഗ് എബിലിറ്റി ലിസണിംഗ് സ്കില്ലും എല്ലാം ഇമ്പ്രൂവ് ആക്കാൻ സഹായിക്കുന്ന കിടിലൻ ആപ്ലിക്കേഷനാണ് സ്പാർക്കിട്ട. അവരുടെ ഒരു ഡെമോ വീഡിയോ കണ്ടു നോക്ക്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. What's your dream job, Leo? My dream job is accounts receivable in healthcare industry. That's a well-structured response, Leo. You're aiming high. What interests you about accounts receivable in the healthcare industry? Because accounts receivable main job role is speaking English. അപ്പോൾ ബാക്ക് ടു നമ്മുടെ വീഡിയോയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റോറി നമ്മൾ വായിച്ചു തുടങ്ങാൻ പോവാണ്. പ്രിൻസസും ഫ്രോഗും എത്ര തവണ വന്നു എന്ന് നോട്ട് ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റിൽ മെൻഷൻ ചെയ്യണം. പ്രിൻസസ് ഇത്ര തവണ, ഫ്രോഗ് ഇത്ര തവണ എന്നുള്ള കേട്ടോ. വൺ ഡേ എ പ്രിൻസസ് വാസ് പ്ലേയിങ് വിത്ത് ഹെർ ഗോൾഡൻ ബോൾ. സഡൻലി ദ ബോൾ ഫെൽ ഇൻ ടു എ വെൽ. ദ പ്രിൻസസ് ബിഗാൻ ടു ക്രൈ. വൈ ആർ യു ക്രൈയിങ് പ്രിൻസസ്? ആസ്ക്ഡ് എ ഫ്രോഗ്. മൈ ഗോൾഡൻ ബോൾ ഫെൽ ഇൻ ടു ദ വെൽ ആൻഡ് ഐ കനോട്ട് ടേക്ക് ഇറ്റ് ഔട്ട്, സെഡ് ദ പ്രിൻസസ്. What will you give me if I bring you the bowl? asked the frog. I will give you anything you want, said the princess. Promise to let me eat from your plate and sleep on your bed, said the frog. I promise, said the princess. The frog jumped into the well and came out with a golden bowl. The princess took the bowl and ran away to the palace. The princess opened the door. The frog hopped in. Soon the princess sat down to her dinner. The frog ate from her plate. After dinner, the princess took the frog to her room. The frog hopped on her bed. The princess shouted, "Get out of my bed. Keep your promise or I will tell your father," said the frog. The princess was angry. She threw the frog down on the floor. The poor frog was hurt. The princess was sorry to see the frog hurt. She picked him up and said, "I am sorry, I did not want to hurt you." Then she kissed the frog. At once the frog turned into a handsome prince. The princess was surprised. The prince said, "Thank you, princess, you have broken the magic spell. A wicked witch had turned me into a frog. Only if princess ate with me, put me on her bed and kissed me, could I be a prince again." Then the prince married the princess. They lived happily ever after. കിടിലൻ സ്റ്റോറി ആയിട്ടില്ലേ? 3-4 പേജുകൾ കുഞ്ഞു സ്റ്റോറിയാണ്. അപ്പോൾ ഈ സ്റ്റോറി കേട്ട നിങ്ങൾ ഇതിനകത്ത് എത്ര തവണ പ്രിൻസസ് എന്ന് പറഞ്ഞ വാക്കും ഫ്രോഗ് എന്ന് പറഞ്ഞ വാക്കും വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്തിട്ട് കമൻറ്റിൽ മെൻഷൻ ചെയ്യണട്ടാ. ശ്രദ്ധിച്ച് കേൾക്കാത്തവർക്കാണെന്നുണ്ടെങ്കിൽ റിവൈൻഡ് അടിച്ചിട്ട് വീണ്ടും സ്റ്റോറി കേട്ടിട്ട് എത്ര തവണ കേട്ടു എന്നുള്ളത് മെൻഷൻ ചെയ്യാം. ഇപ്പോൾ നിങ്ങളിൽ ചില ആളുകളെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും, ചേട്ടാ ഇതിപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചതുകൊണ്ട് നമുക്ക് എങ്ങനെയാണത് ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ചിന്തിക്കുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ലിസണിങ് സ്കില്ല് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങളുടെ ബ്രെയിനിന് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ പോവാണ്, നമുക്ക് പരിചയമില്ലാത്തൊരു ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു ഭാഷയുള്ള ഒരു സ്റ്റോറി കേൾക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ പോലും അതിനകത്ത് നിന്ന് പ്രിൻസസും ഫ്രോഗ് എന്ന് പറഞ്ഞ 2 വാക്കുകൾ മാത്രം ക്യാച്ച് ചെയ്യണം, അത് നോട്ട് ചെയ്യണം എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ ബ്രെയിനിന് കൊടുക്കുമ്പോൾ ബ്രെയിൻ ഈ സ്റ്റോറി കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇത് ഇങ്ങനെ സ്കാൻ ചെയ്യാണ്, ഇതിനകത്ത് എവിടെയാണ് പ്രിൻസസും ഫ്രോഗും വരുന്നതെന്ന്. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾ ഭൂരിഭാഗം ആളുകളും ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ഈ പ്രിൻസസും ഫ്രോഗും എന്നുള്ള വാക്ക് എത്ര തവണ വന്നു എന്ന് മാത്രമായിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക, അതാരും ശ്രദ്ധിച്ചിട്ടുണ്ടാവണമെന്നില്ല. കാരണം ഈ വാക്ക് വരുമ്പോൾ ബ്രെയിൻ പറയും ഇവിടെ പ്രിൻസസ് വന്നിട്ടുണ്ട്, ഇവിടെ ഫ്രോഗ് വന്നിട്ടുണ്ട്, ഇവിടെ പ്രിൻസസ് വന്നിട്ടുണ്ട്, ഇവിടെ വീണ്ടും പ്രിൻസസ് വന്നിട്ടുണ്ട്, ഇവിടെ ഫ്രോഗ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ബ്രെയിനിന് നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു ഭാഷയിലുള്ള വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ അത് ക്യാച്ച് ചെയ്യാൻ തുടങ്ങുകയും നിങ്ങൾക്ക് നിങ്ങളുടെ ലിസണിങ് സ്കിൽ ഇമ്പ്രൂവ് ആവുകയും നിങ്ങളുടെ ബ്രെയിൻ അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്യുകയാണ് ഇത്ര തവണ വന്നു എന്നുള്ളത്. കാരണം അൾട്ടിമേറ്റ്ലി കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം പ്രോപ്പറായിട്ട് ലിസൺ ചെയ്യാൻ സാധിക്കുമോ അത്രത്തോളം ക്ലിയർ ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ളൊരു മറുപടി നിങ്ങൾക്ക് തിരിച്ചു പറയാനായിട്ട് സാധിക്കട്ടോ. അപ്പോൾ ഇംഗ്ലീഷ് കേട്ടാലും മനസ്സിലാവാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ, കറക്റ്റായിട്ട് മറുപടി പറയാൻ കിട്ടാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ 2 മെത്തേഡും ട്രൈ ചെയ്യുക. ഒന്ന് പുറത്തിറങ്ങിയിട്ട് കണ്ണടച്ച് സൗണ്ടുകൾ കേൾക്കുന്ന മെത്തേഡും, രണ്ടാമത്തത് ഈ സ്റ്റോറി വായിച്ചിട്ട് 1-2 വാക്കുകൾ, ഒരു തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ വാക്ക് മാത്രം പറഞ്ഞിട്ടും തുടങ്ങാം.
കുറച്ച് അഡ്വാൻസ് ആകുമ്പോൾ 2 വാക്ക്, ഇനിയും കൂടുമ്പോൾ 2 or 3 വാക്കുകൾ പറഞ്ഞിട്ട് നിങ്ങളുടെ ലിസണിങ് സ്കിൽ ഇമ്പ്രൂവ് ആക്കുന്നതിനുള്ള കിടിലൻ മെത്തേഡാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞത് മറിക്കണ്ട, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് സ്പാർക്കി. അപ്പോൾ സ്പാർക്കി ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആണോ, അതിൻ്റെ ഫീഡ്ബാക്ക് എങ്ങനെയുണ്ട് എന്നുള്ളതും അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ പേര് ഋഷി തോമസ്. ടേക്ക് കെയർ. ബൈ ബൈ.